വടക്കാഞ്ചേരിയിലെ ബ്യൂട്ടി സിൽക്സിന്റെ ഏറ്റവും വലിയ ഷോറൂമിനൊപ്പം ആഘോഷങ്ങൾ വലുതാവുന്നു. വടക്കാഞ്ചേരിയിലെ ഏറ്റവും വലിയ വെഡിംഗ് സെന്ററായ ബ്യൂട്ടി സിൽക്സിനൊപ്പം ഷോപ്പിംഗ് ആഘോഷമാക്കാം. ഓരോ ഒരുക്കങ്ങളും ബ്യൂട്ടിക്കൊപ്പം. താലപ്പൊലി മഹോത്സവ കൊടിയിറക്ക ചടങ്ങുകൾ ഭക്തിപുരസരം നിർവഹിച്ച് പാമ്പാടി ദേശം. തിരുവില്ലാമല താലപ്പൊലിയോടനുബന്ധിച്ച് പാമ്പാടി ദേശത്തിന്റെ കൊടിയിറക്ക ചടങ്ങുകൾ ഭക്തിസാന്ദ്രമായി നടന്നു. പാമ്പാടി മന്നം ഭഗവതി ക്ഷേത്രത്തിൽ വിളക്കുവെപ്പ്, മറ്റു പൂജാതി കർമ്മങ്ങൾ എന്നിവ നടന്നു. പൂജാരി ചന്ദ്രന്റെ നേതൃത്വത്തിലായിരുന്നു വിവിധ ചടങ്ങുകൾ നടത്തിയത്. പാമ്പാടി ദേശം താലപ്പൊലി കമ്മിറ്റി അംഗം കൊല്ലായിക്കൽ രവികുമാർ സംസാരിക്കുന്നു. 2024 പറക്കോട്ടുകാവ് താലപ്പൊലിയുടെ പരിസമാപ്തി മന്നം ഭദ്രകാളി ക്ഷേത്രത്തിന്റെ കൊടിയിറക്കത്തോടുകൂടി പാമ്പാടി ദേശത്തിന്റെ നടന്നിരിക്കുകയാണ്. ഈ അവസരത്തിൽ ഭഗവതിയുടെ നാമത്തിൽ ഇതിന് സഹകരിച്ച സാന്നിധ്യം നൽകിയ എല്ലാ ദേശവാസികളോടും നാട്ടുകാരോടും പറക്കോട്ടുകാവ് താലപ്പൊലി കമ്മിറ്റി പാമ്പാടി ദേശത്തിന്റെ പേരിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇതോടൊപ്പം ഈ ജൂൺ മാസം 9-ാം തീയതിയും 10-ാം തീയതിയും മന്നം ഭദ്രകാളി ക്ഷേത്രത്തിൽ അഷ്ടമംഗല്യ പ്രശ്നം നടക്കാൻ പോകുന്ന വിവരം ഈ ദേശവാസികളോടും നാട്ടുകാരോടും പ്രത്യേകിച്ച് തിരുവില്ലാമലയുള്ള എല്ലാവരോടും ഇതിനാൽ അറിയിക്കുകയാണ്. എല്ലാവരുടെ സാന്നിധ്യമാണ് ഞങ്ങൾക്ക് ആവശ്യം പാമ്പാടി ദേശത്തിന് വേണ്ടിയിട്ട്. ഈ അവസരം ഞാൻ അതിനുവേണ്ടി കൂടി ഉപയോഗിക്കുകയാണ്. അതോടൊപ്പം ഈ താലപ്പൊലി വളരെ ഗംഭീരമാക്കാൻ സഹായിച്ച എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് കോമരം ചന്ദ്രമോഹന്റെ മഹനീയ സാന്നിധ്യത്തിലായിരുന്നു കൊടിയിറക്കൽ. ക്ഷേത്രത്തിൽ പറയെടുപ്പും നടന്നു. നിരവധി ദേശനിവാസികളും ഭക്തജനങ്ങളും ചടങ്ങിൽ പങ്കുകൊണ്ടു. ചുറ്റുവിളക്കും മറ്റ് വിശേഷാൽ ചടങ്ങുകൾക്കും ശേഷം പ്രസാദൂട്ടോടു കൂടിയാണ് പാമ്പാടി ദേശത്തിന്റെ കൊടിയിറക്കൽ ചടങ്ങിന് സമാപനമായത്. പാമ്പാടി ദേശം താലപ്പൊലി കമ്മിറ്റി സെക്രട്ടറി ടി.പി. രാമചന്ദ്രൻ ചടങ്ങുകളെക്കുറിച്ച് വിശദമാക്കി. അതിന് നേതൃത്വം വഹിച്ച നമ്മുടെ മാനേജിംഗ് കമ്മിറ്റിയിലെ പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറർ മുതലായവരും അതിനോട് സഹകരിച്ച എല്ലാ കമ്മിറ്റി അംഗങ്ങളോടും നമ്മൾ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. എന്തായാലും ഈ വർഷം നമുക്ക് ഭഗവതി സഹായിച്ച് ഇത്രയധികം ഗംഭീരമായി താലപ്പൊലി നടത്താൻ സഹായിച്ചതിന് ദേശവാസികളോടും എല്ലാവരോടും നമ്മുടെ നിസ്സീമമായ നന്ദി പ്രകടിപ്പിക്കുകയാണ്. കൂടാതെ ഇന്ന് നടന്ന കൊടിയിറക്കം മന്നം ഭഗവതി ക്ഷേത്രത്തിൽ അതും വളരെയധികം ഭംഗിയായി നടന്നു. അതിന് ഭഗവതി സഹായിച്ച് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. CCV ന്യൂസ്, തിരുവില്ലാമല.